إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിലെല്ലാം അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ ഇതര മതസ്ഥരോടുള്ള സമീപനം എന്താണ് എന്നുമൊക്കെയുള്ള വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്തിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ഇസ്ലാം വലിയ ബന്ധവും ബാധ്യതയുമായി നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമാണ് ഉഖുവത്തുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ സാഹോദര്യം എന്നുള്ളത്. മുസ്ലിങ്ങളോട് ഓരോ വിശ്വാസിക്കും ഉണ്ടാകേണ്ടുന്ന ബന്ധം. നമ്മൾ മലയാളത്തിൽ സഹോദരൻ എന്ന് പറയും. രണ്ട് വാക്കുകൾ കൂടി ചേർന്നതാണ്. സഹ, ഉദരം എന്ന രണ്ട് വാക്കുകൾ ചേർന്നതാണത്. അതിൻ്റെ അർത്ഥം ശരിക്ക് ഒരേ ഉദരത്തിൽ നിന്ന്, ഒരേ വയറിൽ നിന്ന് ജനിച്ചവർ എന്നതാണ് ശരിക്ക് സഹോദരൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഉപ്പയൊത്തവർ, ഉമ്മയൊത്തവർ, ഇവരൊക്കെ നമ്മളുടെ സഹോദരന്മാരാണ്. നമ്മളുടെ ജ്യേഷ്ഠന്മാർ, നമ്മുടെ അനുജന്മാർ, നമ്മുടെ ജ്യേഷ്ഠത്തി, അനുജത്തി, ഇവരൊക്കെ ആയിട്ട് നമുക്ക് വല്ലാത്ത ഒരു വൈകാരിക ബന്ധമുണ്ട്. ആരെങ്കിലും അവരെ ചീത്ത പറഞ്ഞാൽ, അവരുടെ കണ്ണു നിറഞ്ഞാൽ, അവരൊന്ന് വേദനിച്ചാൽ എങ്ങനെയാണ് നമ്മളുടെ കണ്ണു നിറയുന്നത്? അവരുടെ സങ്കടം എങ്ങനെയാണ് നമ്മളുടെ സങ്കടമായി മാറുന്നത്? അവരുടെ പ്രയാസങ്ങളിൽ എങ്ങനെയാണ് നമ്മളുടെ മുഖം കറുക്കുന്നത്? അതൊരു ബന്ധമാണ്. ഇത് നമ്മളുടെ ഉറ്റ മിത്രങ്ങളായ, ഏറ്റവും അടുത്ത കുടുംബക്കാരായ സഹോദരന്മാരോടുള്ള ബന്ധം. എന്നാൽ ഇസ്ലാം ഈ സാഹോദര്യത്തിന്റെ വളരെ വിശാലമായ ഒരു മാനം നമുക്ക് പറഞ്ഞു തരികയാണ്. അൽ മുസ്ലിമു അഹുൽ മുസ്ലിം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്, അഹാണ്. ലയദ്ലിമുഹു, അവൻ ഒരിക്കലും തന്റെ വിശ്വാസിയായ സഹോദരനെ ആക്രമിക്കില്ല. വല യഖ്ദുലുഹു, അവനെ വഞ്ചിക്കുകയില്ല, ചതിക്കുകയില്ല. വല യഹ്ഖിറുഹു, അവനെ നിന്ദിക്കുകയില്ല. ഇതൊന്നും ഒരിക്കലും ഒരു വിശ്വാസിയോട് ചെയ്യില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണം. ഖുർആനും പ്രഖ്യാപിക്കുകയാണ്. സൂറത്തുൽ ഹുജറാത്തിന്റെ 10-ാമത്തെ വചനം,
ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാണ് എന്നതാണ് നമ്മളോട് ഖുർആനും പ്രഖ്യാപിക്കുന്നത്. നമ്മൾ അങ്ങ് ദൂരെ ഫിലസ്തീനിൽ അവിടെ വിശ്വാസികളായ ആളുകൾ മരിച്ചു വീഴുമ്പോൾ, അവരോട് കാണിക്കപ്പെടുമ്പോൾ, അവിടെ കുട്ടികൾ മരിക്കുമ്പോൾ, അവിടെ സ്ത്രീകൾ വെന്തു മരിക്കുമ്പോൾ, അവർക്ക് മേലെ റോക്കറ്റ് വിക്ഷേപം നടക്കുമ്പോൾ, അവർക്ക് മേലെ ഉള്ള മിസൈൽ വിക്ഷേപങ്ങൾ നടക്കുമ്പോൾ, അവിടെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടെയുള്ള നാം മനം പൊട്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എത്ര ദൂരത്താണ് അവർ. പക്ഷേ അവര് നോവുമ്പോ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നമ്മൾ അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നത് അത് ഉഖുവത്താണ്. നമുക്ക് അവരോടുള്ള സാഹോദര്യ ബന്ധമാണ്. ഇത് വിശ്വാസികൾ തമ്മിൽ ഉണ്ടാകിയിരിക്കേണ്ടുന്ന ഒരു ബന്ധമായിട്ട് നമുക്ക് അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു തന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള അവകാശത്തെ പറ്റി പറയുമ്പോൾ പറഞ്ഞു തരാണ്, കുല്ലു മുസ്ലിമിൻ അലൽ മുസ്ലിമി ഹറാമുൻ, ഓരോ മുസ്ലിമിനും അവന്റെ സഹോദരന്റെ കാര്യത്തിൽ ഹറാമാണ്. ദമുഹു, അവന്റെ രക്തം ചിന്താൻ പാടില്ല. വ മാലുഹു, അവന്റെ സമ്പത്ത് അപഹരിച്ചെടുക്കാൻ, അന്യായമായിട്ട് എടുക്കാൻ പാടില്ല. വഇറുഹു, അവന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്താൻ പാടില്ല. എത്ര ഗൗരവത്തോടു കൂടിയാണ് ഇസ്ലാം വളരെ കൃത്യമായും തന്റെ സഹോദരനോടുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മളൊരു പക്ഷേ ഒരാളുടെ രക്തം ചിന്തുകയില്ലായിരിക്കാം, അത് നമ്മൾ ഗൗരവമായിട്ട് കാണുന്നവരാണ് വിശ്വാസികൾ എന്ന നിലയ്ക്ക്. ഒരാളുടെ പണം അപഹരിക്കുന്നത്, അവന്റെ സ്വത്ത് തട്ടിയെടുക്കുന്നത് നമ്മൾ പാപമായി കാണുന്നവരാണ്, നമ്മൾ ദീനിനെ ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ട്. പക്ഷെ സംഭവിക്കുന്നത് നമ്മളുടെ നാവ് കൊണ്ട് നമ്മളുടെ സഹോദരങ്ങൾ വേദനിപ്പിക്കപ്പെടുന്നുണ്ട്, അവർക്ക് മുറിവേൽക്കുന്നുണ്ട്. നമ്മൾ ഫിലസ്തീനിലെ സഹോദരന്മാർക്കെതിരെ ഉണ്ടാകുന്ന ബോംബ് വർഷത്തിൽ അസ്വസ്ഥരാകുമ്പോ, അവർക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കുമ്പോൾ, നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ, അതേ നമ്മളുടെ നാവ് കൊണ്ട് തന്നെ നമ്മളുടെ സഹോദരന്മാർ ആക്രമിക്കപ്പെടുന്നു, ക്രൂരമായി ആക്രമിക്കപ്പെടുന്നു എന്നുള്ളത് അത് ഗൗരവത്തിൽ കാണേണ്ടുന്ന വിഷയം തന്നെയല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബലദിലൂടെ അവൻ നൽകിയ വലിയ അനുഗ്രഹത്തെ പറ്റി പറയുന്നുണ്ട്. അലം നജഅൽ ലഹു ഐനൈൻ, ഞാൻ അവർക്ക് 2 കണ്ണുകളെ നൽകിയില്ലേ? അനുഗ്രഹങ്ങളെ കാണാത്ത, തിരിച്ചറിയാത്ത ആളുകളോട് അള്ളാഹു സംസാരിക്കാണ്. മനുഷ്യ, ഈ ലോകത്തെ കാണുവാൻ, ഈ ഹരിതാപമായ ഭൂമിയുടെ വർണ്ണശബളിമ ആസ്വദിക്കുവാൻ, ഈ സുന്ദരമായ ലോകത്തെ നിനക്ക് കാണുവാൻ നിനക്ക് 2 കണ്ണു തന്നില്ലേ? വലിസാനൻ വശഫതൈൻ, നിനക്ക് സ്ഫുടമായിട്ട് നിന്റെ മനസ്സിലുള്ള ആശയങ്ങളെ ആളുകളുമായി കൊണ്ട് സംവദിക്കുവാൻ, നിന്റെ നിലപാട് പറയുവാൻ, നിന്റെ ആശയത്തെ പ്രചരിപ്പിക്കുവാൻ നാവും അതിനൊത്ത 2 ചുണ്ടുകളും നൽകിയില്ല മനുഷ്യ. വലിയ അനുഗ്രഹമാണ് നമുക്ക് ആശയങ്ങൾ കൈമാറാൻ കഴിയുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ ഈ മുഖം ഭാഗത്ത് ഈ ചുണ്ടുകളില്ല എങ്കിൽ എന്തു വികൃതമായ രൂപമായിരിക്കും. നമ്മളുടെ സൗന്ദര്യത്തിന്റെ പ്രധാന ഭാഗമായ നമുക്ക് സംസാരിക്കുവാൻ കഴിയുന്ന, നമുക്ക് ആശയങ്ങൾ സംവേദനം ചെയ്യുവാൻ കഴിയുന്ന ചുണ്ടും നാവും നമുക്ക് നൽകി എന്നുള്ളത്, നമ്മളുടെ വായിൽ നിന്നൊരു ശബ്ദം പുറപ്പെടുകയും അതിനനുസരിച്ച് നാവിട്ടടിക്കുകയും ചുണ്ട് തമ്മിൽ തട്ടുകയും ചെയ്യുമ്പോൾ മനോഹരമായ ആശയങ്ങൾ കടന്നു വരുന്നു എന്നുള്ളത് അത് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ തെറ്റായ വഴിയിലൂടെ കൊണ്ടുപോവുക എന്നുള്ളത് ഒരിക്കലും പാടുള്ളതല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി അൽബാനി റഹിമഹുല്ല തന്റെ ഹസനിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ്, ഓരോ ദിവസവും പ്രഭാത സമയത്ത് എല്ലാ അവയവങ്ങളും നാവിന് കീഴൊതുങ്ങും. നാവിന് നമ്മളുടെ ശരീരത്തിൽ, നമ്മളുടെ ഏതൊരു വിഷയത്തിലും നമ്മളുടെ ശരീരത്തിന്റെ നിലപാട് പറയുന്നത് നാവാണ്. നാവിനൊരു അപ്രമാദിത്വമുണ്ട്. മറ്റു അവയവങ്ങൾ നാവിനോട് പറയും, ഇത്തഖില്ലാഹ ഫീന, ഞങ്ങളുടെ കാര്യത്തിൽ നാവേ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. ഫൈന്നമാ നഹ്നു ബിക്, തീർച്ചയായിട്ടും ഞങ്ങൾ നിന്നിൽ നിന്നുള്ളതാണ്. ഫൈനിസ്തഖംത ഇസ്തഖംന, നീ നേരെയായാൽ ഞങ്ങളും നേരെയായി. വൈനി വജജ്ത വജജ്ന, നീ നാശമായാൽ ഞങ്ങളും നാശമായി എന്ന് ശരീരത്തിന്റെ മറ്റു അവയവങ്ങൾ പറയുമെന്നാണ്. നാവിന് അത്രയും പ്രധാനമുണ്ട്. നമ്മളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള എല്ലാ മോശപ്പെട്ട കാര്യങ്ങളെയും പ്രകടിപ്പിക്കുന്നത് നമ്മളെ നാവാണ്. നമ്മളുടെ മനസ്സിന്റെ നന്മയെ പ്രകടിപ്പിക്കുന്നതും നമ്മളുടെ നാവാണ്. അത്രയും ഗൗരവത്തോടു കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരാണ്. അതുപോലെ തന്നെ വളരെ
നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നല്ല ആബിദത്തായ ഒരു സ്ത്രീ, നല്ല ദീനിയായ കാര്യങ്ങളിൽ ഇബാദത്തുകളിലൊക്കെ സജീവമാകുന്ന ഒരു സ്ത്രീ, അവരെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പറയപ്പെടുകയാണ്, അവര് ഒരുപാട് നമസ്കരിക്കാറുണ്ട്, സ്വതക്ക ചെയ്യാറുണ്ട്, നോമ്പുകൾ, സുന്നത്ത് നോമ്പുകൾ അടക്കം അനുഷ്ഠിക്കാറുണ്ട്. പക്ഷെ അവർക്കൊരു പ്രശ്നമുണ്ട്. ഗൈറ അന്നഹാ തുഅ്ദി ജീറാനഹാ ബിലിസാനിഹാ. പ്രശ്നം തന്റെ നാവ് കൊണ്ട് തന്റെ അയൽവാസികളെ ഉപദ്രവിക്കും. നാവ് കൊണ്ടാണ്, കൈ കൊണ്ടൊന്നുമല്ല, അടിച്ചോ തൊഴിച്ചോ അല്ല, മറിച്ച് നാവ് കൊണ്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. ഇതാണ് അവരുടെ പ്രശ്നം. എന്നാൽ അവർ നോമ്പ് നോൽക്കുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, സ്വതക്ക കൊടുക്കുന്നുണ്ട്, മറ്റു പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ തഖ്വയുള്ളവരെന്ന് പറയുന്ന, കൃത്യമായും നമസ്കരിക്കുവാൻ പള്ളിയിൽ വരുന്ന, ശ്രദ്ധയോടുകൂടി അമലു സ്വാലിഹാത്ത് ചെയ്യുന്നവർ, അങ്ങനെ ഒരു സ്ത്രീയെ പറ്റിയല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നത്. ആ സ്ത്രീയെ പറ്റി ചോദിക്കപ്പെട്ടതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ. ഈ പ്രശ്നം കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹിയ ഫിന്നാർ, അവർ നരകത്തിലാണ്. ഈ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അവര് നരകത്തിലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാനുള്ള കാരണം അവരുടെ നാവാണ്. ഇത് വലിയൊരു വിഷയമാണ്. നമ്മളുടെ നാവിനെ പറ്റി നമ്മൾ വളരെ ജാഗ്രത കൈക്കൊള്ളുക എന്നത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് ഇതിനെപ്പറ്റി ആലോചിക്കുകയും ഗൗരവമായി ഒരു സ്വയം വിചാരണക്ക് തയ്യാറാവുകയും ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ്. നാവിൻ്റെതായിട്ടുള്ള പല വിഷയങ്ങൾ, പല ശാഖകളുണ്ട്. അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയം മാത്രമാണ് ഇൻഷാ അല്ലാഹ് മുന്നോട്ട് വെക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അൽ ഗീബ, ഗീബത്ത്, പരദൂഷണം. ഗീബത്തിനെ പറ്റി സൂറത്തുൽ ഹുജറാത്തിന്റെ 12-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വല യഗ്തബ് ബഅദുകും ബഅദാ, നിങ്ങൾ അന്യോന്യം ഗീബത്ത് പറയരുത്. എന്നിട്ട് അല്ലാഹു ചോദിക്കണം, അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈത, മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ സഹോദരന്റെ പച്ചമാംസം ഭക്ഷിക്കുവാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ഫകരിഹ്തുമു, നിങ്ങൾ അതിനെ വെറുക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു മരിച്ചു കിടക്കുന്ന, നമ്മൾ ജീവൻ അറ്റുകിടക്കുന്ന നമ്മളുടെ ഒരു സഹോദരൻ, അയാളുടെ പച്ചമാംസം ആരെങ്കിലും വാരി തിന്നാൻ ശ്രമിച്ചാൽ അയാൾക്കത് തടുക്കാൻ കഴിയും? ഇല്ല, അയാൾ മയ്യിത്താണ്. ഇതേ അവസ്ഥ ഗീബത്തിന്റെ വിഷയത്തിലുണ്ട്. ഒരാളെ പറ്റി നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അയാളുടെ അസാന്നിധ്യത്തിലാവുമ്പോഴാണല്ലോ അത് ഗീബത്ത് എന്ന് പറയാം. അയാളത് കേൾക്കുന്നില്ല, അയാൾക്കതിനെ പ്രതിരോധിക്കുവാൻ കഴിയുന്നില്ല. ആ രീതിയിൽ അയാൾ അവിടെ നമ്മളുടെ നാവ് കൊണ്ട് ആക്രമിക്കപ്പെടുന്നുണ്ട്. മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ സഹോദരന്റെ പച്ചമാംസം പറിച്ചെടുത്തു കഴിക്കുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഫകരിഹ്തുമു, നിങ്ങൾ അത് വെറുക്കുന്നു. വത്തഖുല്ലാഹ്, പടച്ചോനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, തീർച്ചയായിട്ടും അല്ലാഹു നമ്മളുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കാരുണ്യവാനുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിലൂടെ നമ്മളോട് പറഞ്ഞു തരാണ്. ഒരിക്കൽ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുടെ മുന്നിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അതദ്റൂന മൽ ഗീബ, ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് സ്വഹാബ നിങ്ങൾക്ക് അറിയുമോ? അവർ പറഞ്ഞു, അറിയില്ല റസൂലേ, അള്ളാഹുവിനും റസൂലിനും അറിയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു, ദിക്റുക അഖാക ബിമാ യക്റഹ്, നിന്റെ സഹോദരനെ പറ്റി അവൻ വെറുക്കുന്ന കാര്യം നീ പറയലാണ് ഗീബത്ത്. അവൻ ഇഷ്ടമില്ല, നീ അത് പറയുന്നത് അവൻ ഇഷ്ടമില്ല, അവൻ വെറുക്കുന്നു. അങ്ങനെയുള്ള ഒരു കാര്യം നീ നിന്റെ സഹോദരനെ കുറിച്ച് പറയലാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചു, അഫറഅയ്ത ഇൻ കാന ഫീ അഖി മാ അഖുൽ, റസൂൽ ഞാൻ പറയുന്ന കാര്യമുണ്ടല്ലോ അത് അവനിൽ ഉള്ള കാര്യമാണെങ്കിലോ? ചില ആൾക്കാർ പറയും, ഞാൻ ഉള്ളതാണ് പറയണത്, അതിന് ആരും പേടിക്കൂല, ഞാൻ ഉള്ള കാര്യം പറയാൻ ആരും പേടിക്കൂല. പേടിക്കണം, അള്ളാനെ പേടിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിക്കാൻ, റസൂലെ ഞാൻ അവനിലുള്ള കാര്യമാണ് പറയുന്നതെങ്കിലോ? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ കാന ഫീഹി മാ തഖൂൽ ഫഖദ് ഇഖ്തബ്ത, അതെ നീ അവനിലുള്ള കാര്യമാണ് പറയുന്നതെങ്കിൽ അതാണ് ഗീബത്ത്. അതല്ല നീ അവനിൽ ഇല്ലാത്ത കാര്യമാണ് പറയുന്നതെങ്കിൽ ഫഖദ് ബഹത്ത, നീ പറഞ്ഞത് കളവാണ്, നീ ആരോപണം പറയാണ് ചെയ്തത്. അല്ല, ഗീബത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സഹോദരനെ കുറിച്ച് അവന്റെ അസാന്നിധ്യത്തിൽ അവനിലുള്ള കുറവുകളെ പറ്റി പറയുക എന്നുള്ളതാണ്. പണ്ഡിതന്മാർ ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ട്. നുഖ്സാനൻ സവാഅൻ ദകർത നുഖ്സാനൻ ഫീ ബദനി, ശരീരത്തിലുള്ള എന്തെങ്കിലും അവന്റെ കുറവുകൾ, ഔ ഫീ ലുബ്സിഹി, അവന്റെ വസ്ത്രത്തിൽ, അവന്റെ വസ്ത്രധാരണയിലുള്ള കുറവുകൾ, ഔ ഖുലുഖിഹി, അവന്റെ സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങൾ, ഔ ഫിഅലിഹി, അവന്റെ പ്രവർത്തനങ്ങളിലുള്ള കുറവുകൾ,
ഔ ഖൗലിഹി, അവന്റെ സംസാരത്തിലുള്ള പാകപ്പിഴവുകൾ, ഔ ഫീ ദീനിഹി, അവന്റെ മതകാര്യത്തിലുള്ള കുറവുകൾ, അത് അവൻ നിങ്ങൾ പറയുന്നത് അവന് ഇഷ്ടമില്ല, അങ്ങനത്തെ കാര്യങ്ങൾ. ഔ ഫീ ദുനിയാഹു, അവന്റെ ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഔ ഫീ വലദിഹി, അവന്റെ കുട്ടികളുമായി അവന്റെ മക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഔ ഫീ മർകബിഹി, അവന്റെ വാഹനവുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെയൊക്കെ തുടങ്ങി പണ്ഡിതന്മാർ അതിനെങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ഇതൊക്കെ അവൻ വെറുക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ള കാര്യം നിങ്ങൾ പറയുമ്പോൾ അത് അവന് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിൽ, അവന് സങ്കടമുണ്ടാക്കുന്ന, വെറുപ്പുളവാക്കുന്ന കാര്യമാണെങ്കിൽ അതാണ് ഗീബത്ത് എന്ന് ഗീബത്തിനെ വിശദീകരിക്കുന്ന സമയത്ത് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ശരീരത്തിലുള്ള കുറവുകൾ, അതുപോലെ തന്നെ സ്വഭാവത്തിലുള്ള കുറവുകൾ, അതുപോലെ തന്നെ മതത്തിലുള്ള കുറവുകൾ, ഇതൊക്കെ ആളുകളോട് പറയാം. നമുക്കൊരാൾക്കൊരു കുറവുണ്ട്, അയാളുടെ എന്തോ ഒരു പാകപ്പിഴവുണ്ട്, അയാളുടെ ഇബാദത്തുകളിലുണ്ട്, നമ്മൾ എന്താ ചെയ്യേണ്ടത്? നാട്ടിലുള്ള ആൾക്കാരോട് മുഴുവൻ അത് പറഞ്ഞു നടന്നു വല്ല കാര്യമുണ്ടോ? ഇല്ല. നേരെ ആ സഹോദരനോട് പോയിട്ട് വളരെ സ്വകാര്യമായി മാന്യമായി അത് പറഞ്ഞാൽ ഒരുപക്ഷെ അത് തിരുത്തിയേക്കാം, അതിന് നമുക്ക് പുണ്യം കിട്ടിയേക്കാം, അതിന് സിഹത്താണ്. എന്നാൽ അത് മറ്റുള്ളവരോട് പറഞ്ഞു നടന്നിട്ട് എന്ത് കാര്യമാണ് കിട്ടാനുള്ളത്? അതാണ് ഗീബത്ത് എന്ന് പറയുന്നത് നമ്മൾ ഗൗരവത്തോടു കൂടി കാണേണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹ സൊഫിയ റളിയല്ലാഹു അൻഹയെ പറ്റി ആംഗ്യ ഭാഷയിലല്ലേ പറഞ്ഞത്? അത് ചെറുതല്ലേ, വലുപ്പം കുറഞ്ഞതല്ലേ എന്ന് പറഞ്ഞപ്പോഴല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ആയിഷ ഇപ്പൊ പറഞ്ഞതുണ്ടല്ലോ, അതെങ്ങാനും കടലിൽ കൊണ്ടുപോയി കഴുകിയിട്ടുണ്ടെങ്കിൽ ആ വാക്ക് കൊണ്ട് കടലു മലിനമായി പോകുമായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. ഇത്രയും ഗൗരവപ്പെട്ട വിഷയമാണ് നമ്മൾ ആളുകളെ പറ്റി ഈ രീതിയിലുള്ള സംസാരങ്ങൾ നടത്തുക എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ മഅ്ശറ മൻ ആമന ബിലിസാനി, നാവ് കൊണ്ട് മാത്രം മുസ്ലിമായ ആളുകളെ, ഞാൻ മുസ്ലിമായി എന്ന് പറയുകയും മുസ്ലിം പേരും മുസ്ലിം ഉടയാടകൾ മാത്രം സ്വീകരിക്കുകയും വലം യദ്ഖുലിൽ ഈമാനു ഖൽബ, ഖൽബിലേക്ക് ഈമാൻ കയറാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ, ലാ തഗ്താബുൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളെ പറ്റി ഗീബത്ത് പറയല്ല, വലാ തത്തബിഉ ഔറാതിഹിം, അവരുടെ ന്യൂനതകൾ ചികഞ്ഞുകൊണ്ട് നിങ്ങൾ പോകരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് പറയാണ്. ആരെങ്കിലും മറ്റൊരാളുടെ കുറവുകളും ന്യൂനതകളും ചികഞ്ഞുകൊണ്ട് പോയാൽ അള്ളാഹു അവന്റെ ന്യൂനതകളെ ചികയും. അള്ളാഹു അവന്റെ ന്യൂനതകളെ ചികഞ്ഞാൽ അവന്റെ വീട്ടിലാണെങ്കിലും അവൻ വഷളാക്കപ്പെടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടു കൂടി പറയുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശയാത്ര നടത്തിയ സന്ദർഭത്തിൽ, ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശിക്ഷ കാണുന്നുണ്ട്. ലഹും അദ്ഫാറും മിൻ നുഹാസ്, അവർക്ക് അവരുടെ കൈകളിൽ ചെമ്പിന്റെ നഖങ്ങളുണ്ട്. യഖ്മിശൂന വുജൂഹഹും വസുദൂറഹും, ആ ചെമ്പിന്റെ നഖങ്ങൾ കൊണ്ട് അവർ തങ്ങളുടെ മുഖവും നെഞ്ചിന്റെ ഭാഗവും ഒക്കെ അങ്ങനെ മാന്തി പിളർക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ട് വല്ലാത്ത അസ്വസ്ഥതയായി. പ്രവാചകൻ ചോദിച്ചു, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ജിബ്രീൽ ആരാണ് ഈ കൂട്ടർ? ഇത്രയും പ്രയാസകരമായ ശിക്ഷ ലഭിക്കുന്ന ഈ ആളുകൾ ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം അതിന് നൽകിയ ഉത്തരം, ഹൗലാഇ അല്ലദീന യഅകുലൂന ലുഹൂമൻ നാസ്, ഇവര് ജനങ്ങളുടെ പച്ചിറച്ചി കഴിക്കുന്ന ആളുകളാണ്, പച്ചമാംസം കഴിക്കുന്ന ആളുകളാണ്. വയഖഊന ഫീ അറാദിഹിം, അവരുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന ആളുകളാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കണം. അപ്പോ ഈ വിഷയത്തെ അതിന്റെ ഗൗരവത്തിൽ നമ്മൾ ഏവരും കാണേണ്ടതുണ്ട്. ഗൗരവമായിട്ട്, ഇത് ഒരു വിമർശനമല്ല, ഇതൊരു പുനർവിചിന്തനമാണ്. നമ്മളുടെ സംസാരത്തിൽ റമദാൻ കഴിഞ്ഞൊരു മാസമൊക്കെ കഴിഞ്ഞല്ലോ, നമ്മളുടെ നാവ് അതിന്റെ പരിധികളൊക്കെ വിട്ടു പോകുന്നുണ്ടോ? ആളുകളുടെ കുറ്റവും കുറവും മറ്റും പറഞ്ഞ് പരിഹസിച്ചും കളിയാക്കി നമ്മൾ നടക്കുന്നുണ്ടോ? അവനല്ല പ്രശ്നം ഉണ്ടാവുക, അവനിവിടെ അവന്റെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവുള്ളൂ. നമ്മളുടെ പരലോകത്ത് എന്ത് സംഭവിക്കും? എത്ര ഗൗരവത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തെ നമ്മളോട് പറഞ്ഞു തന്നത് എന്നൊരു ഗൗരവം നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഗീബത്ത്, ഒരാളുടെ കുറവ് പറയൽ, അനുവദനീയമായ ചില രംഗങ്ങൾ കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പണ്ഡിതന്മാർ ഈ ഗീബത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു തരുന്നുണ്ട് അനുവദനീയമായ കാര്യങ്ങൾ. ഒന്ന്, നീതിക്ക് വേണ്ടി ഒരാളിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടായി, അയാളുടെ വിഷയം വിധികർത്താവിന് മുന്നിൽ നമുക്ക് ആ വിഷയത്തെ അവതരിപ്പിക്കാം എന്നതിന് അനുവാദമുണ്ട്. അയാളുടെ കുറവാണല്ലോ പറയുന്നത്, പക്ഷെ അവിടെ നമുക്ക് വന്ന അനീതിയുടെ വിഷയത്തിലാണ് സംസാരിക്കുന്നത്, അവിടെ പറ്റും. പിന്നെയോ, ഒരാള് തെറ്റ് ചെയ്യുന്ന ഒരാൾ, അയാളിൽ ചില തിന്മകളൊക്കെ ഉണ്ട്, നമുക്കത് തിരുത്താൻ കഴിയൂല,
അപ്പൊ അറിവുള്ള ഒരാളോട് പോയിട്ട് പറയാണ്, ഇന്ന ഒരാൾ അയാൾ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നസീഹത്തോടു കൂടിയാണ്, അയാൾക്കത് തിരുത്തി കൊടുക്കണം എന്ന് അറിവുള്ള ഒരാളോട് വേണമെങ്കിൽ ആ വിഷയത്തെ തന്റെ സഹോദരനെ തിരുത്താൻ വേണ്ടിയിട്ട് ആ വിഷയം പറയാം. അതുപോലെ തന്നെ ഫത്വ ചോദിക്കുന്ന ഒരു പണ്ഡിതനോട് ഒരു വിഷയത്തിൽ ഫത്വ ചോദിക്കാണ്, ഭർത്താവിനെ കുറിച്ചാണ്, കൂട്ടുകാരനെ കുറിച്ചാണ്, അവനിലുള്ള ഒരു ന്യൂനതയെ പറ്റിയാണ്, നമ്മളെ കൂടി ബാധിക്കുന്ന ഒരു പ്രശ്നത്തെ കുറിച്ചാണ്. അങ്ങനത്തെ സമയത്ത് അയാളുടെ കുറവുകൾ പറയൽ അയാളുടെ അസാന്നിധ്യത്തിലാണോ എങ്കിലും അനുവദനീയമാണ്. അതുപോലെ തന്നെ മറ്റൊരു സമയം അയാളുടെ ഷർറിൽ നിന്ന് മറ്റുള്ളവരെ രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് ദൂഷ്യങ്ങളും കുറവുകളൊക്കെ ഉള്ള ഒരാളാണ്, അയാളെ കുറിച്ചുള്ള ഒരു വിവാഹാലോചന വരികയാണ്, നമ്മളോട് വന്നിട്ട് സത്യസന്ധമായിട്ട് അതിന്റെ വിവരം കിട്ടാൻ വേണ്ടിയിട്ട് അന്വേഷിക്കണം. നമ്മൾ പറയണത് എന്താണ്? അയാളുടെ കുറവാണ്, അവിടെ പറയണം എന്നതാണ് ദീൻ. അയാളുടെ കുറവാണെങ്കിലും അത് മറ്റൊരാൾക്ക് അയാളുടെ ഉപദ്രവമില്ലാതിരിക്കാൻ വേണ്ടി സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാം എന്നത് ഇസ്ലാം നമുക്ക് അനുവദിച്ചു തന്ന കാര്യമാണ്. അതുപോലെ തന്നെ പരസ്യമായി ആളുകൾക്ക് മുന്നിൽ പരസ്യമായി തെറ്റു ചെയ്യുന്നവൻ, ഒരാൾ പരസ്യമായി മദ്യപിക്കുന്നു, അത് അയാൾ ആളുകളിൽ നിന്ന് മറച്ചു വെക്കുന്നില്ല, ആളുകൾ അറിയുന്നതിൽ നിന്ന് അയാൾക്കൊരു ലജ്ജയുമില്ല, അങ്ങനെയുള്ള ആളുടേത് പറയുന്നതിൽ ഇതിലൊക്കെ സൂക്ഷ്മത കൈക്കൊള്ളുക എന്നത് തന്നെയാണ് നമ്മൾ വേണ്ടത്. പക്ഷെ ചില അനിവാര്യമായ ഘട്ടങ്ങളിൽ മാത്രം ഈ വിഷയം അനുവദനീയമാണ്. അല്ലാത്തപ്പോഴെല്ലാം നമ്മളുടെ സഹോദരനെ പറ്റി അവന്റെ അസാന്നിധ്യത്തിൽ അവന്റെ കുറവുകൾ പറയുക എന്നുള്ളത് അത് അവന്റെ മരിച്ചു കിടക്കുന്ന സഹോദരന്റെ പച്ചമാംസം കഴിക്കുന്നതിന് തുല്യമാണ് എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്, ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. നമ്മൾ നാവിനെ സൂക്ഷിക്കുക, ഇങ്ങനെയുള്ള തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി വഹദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹദ ഉസല്ലി വഉസല്ലിമു അലാ അഫ്ദലി സ്വലാത്തി വഅസ്ക സലാമി വഅതമ തസ്ലീം അലാ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ഒരുപക്ഷെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ പല ആളുകളെ കുറിച്ചും അറിയാതെ നമ്മൾ ഈ ഗീബത്ത് പറഞ്ഞു പോയിട്ടുണ്ടാവും, നമ്മളിൽ നിന്ന് അബദ്ധങ്ങൾ ഒരു പക്ഷെ വന്നു പോയിട്ടുണ്ടാവും. എന്താണ് പരിഹാരം? ഖുർആൻ ഈ സൂറത്തുൽ ഹുജറാത്തിന്റെ 12-ാമത്തെ വചനത്തിൽ വലാ യഗ്തബ് ബഅദുകും ബഅദാ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമു എന്നൊക്കെ പറഞ്ഞിട്ട് വത്തഖുല്ലാഹ് ഇന്നല്ലാഹ തവ്വാബുർ റഹീം, ഇതൊക്കെ പറഞ്ഞിട്ട് പച്ചമാംസം കഴിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ, നിങ്ങൾ വെറുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കുക, അള്ളാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. അപ്പോൾ തൗബയുടെ വാതിൽ അവിടെ അടഞ്ഞിട്ടില്ല. നമ്മളിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങൾക്ക് അള്ളാഹുവിന്റെ മുന്നിൽ തൗബയുടെ വാതിൽ അടഞ്ഞിട്ടില്ല. പക്ഷെ ഇതിനൊരു പ്രശ്നമുണ്ട്. ഇത് മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹുവുമായി ബന്ധപ്പെട്ട തിന്മ നമുക്ക് അള്ളാഹിനോട് നേരിട്ട് പറഞ്ഞാൽ മതി. നമ്മളുടെ അള്ളാഹുവുമായി കൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന വേളകളിൽ മനമുരുകി അള്ളാഹിനോട് പറഞ്ഞാൽ മതി, പടച്ചവനെ തെറ്റ് ചെയ്തു പോയി, പറ്റിപ്പോയി, പടച്ചവനെ അവിവേകം കൊണ്ട് ചെയ്തു പോയി, പുറത്തേരനെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഗീബത്തിന് ഇങ്ങനെയുള്ള മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അള്ളാഹിനോട് ഒരാളുടെ സ്വത്ത് തട്ടിപ്പറിച്ചു, എന്നിട്ട് അള്ളാഹിനോട് ഇങ്ങനെ തൗബ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അയാളുടെ സ്വത്ത് തിരിച്ചു കൊടുക്കണം, അയാളിൽ നിന്ന് മാപ്പ് അപേക്ഷിക്കണം, എന്നിട്ടാണ് അള്ളാഹിനോട് പറയേണ്ടത്. ഗീബത്ത് എന്ന് പറഞ്ഞത് നമ്മൾ വേദനിപ്പിച്ചത് മനുഷ്യനെയാണ്, നമ്മളുടെ സഹോദരനെയാണ്. അവിടെ എന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരാണ്, മൻ കാനത് ഇൻദഹു മദ്ലിമത്തുൻ ലിഅഖീഹി ഫീ ഇർദിൻ ഔ ഫീ മാലിൻ, നമുക്ക് നമ്മളുടെ സഹോദരനോട് ഒരു അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ അഭിമാനത്തിന്റെ വിഷയത്തിൽ ഗീബത്ത് പോലെ, നമീമത്ത് പോലെ, അതുപോലെ തന്നെ അവന്റെ സമ്പത്ത് തട്ടിപ്പറിക്കൽ പോലെ, സമ്പത്ത് അപഹരിക്കൽ പോലെയുള്ള എന്തെങ്കിലും ഒരു അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താ? ഫൽയുഹല്ലിൽഹു മിൻഹാ, അവന്റെ അടുത്ത് പോയിട്ട് അവനോട് വിട്ടുവീഴ്ച ചെയ്ത് തരാൻ പറയണം. ഫഇന്നഹു ലൈസ സമ്മ ദീനാറുൻ വലാ ദിർഹമുൻ, അറിയണേ പരലോകത്ത് ദീനാറും ദിർഹമും ഒന്നുമില്ല. അവിടെ പോയിട്ട് തട്ടിപ്പറിച്ച സമ്പത്തിന് തിരിച്ചു കൊടുക്കാൻ ദീനാറും ദിർഹമും ഇല്ല. പറഞ്ഞുപോയ നമ്മളുടെ നാവ് കൊണ്ട് പറഞ്ഞുപോയ അവനെ പറ്റി പറഞ്ഞ കുറ്റം പറച്ചിലുകൾക്ക് അവിടെ സമ്പത്ത് കൊടുത്തുകൊണ്ട് അതൊന്നും പരിഹരിക്കാമെന്ന് വിചാരിക്കണ്ട. പിന്നെയോ നിങ്ങൾക്ക് മിൻ ഖബ്ലി അൻ യുഖദ ലി അഖീഹി മിൻ ഹസനാതി, നിങ്ങളുടെ അമലിൽ നിന്ന് നിങ്ങളുടെ സഹോദരന് അതിന് പ്രത്യുപകാരമായി കൊണ്ട്
നിങ്ങളുടെ അമല് തിരിച്ചു കൊടുത്തുകൊണ്ട് അയാളോടുള്ള പ്രശ്നം പരിഹരിക്കുന്ന പരലോകം. ഇനി അതല്ലെങ്കിൽ അയാൾക്ക് നിങ്ങൾക്ക് നന്മയില്ലെങ്കിൽ അയാളുടെ തിന്മകൾ നിങ്ങൾക്ക് മേൽ അവരോധിക്കപ്പെടുന്നതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യാം? ദുനിയാവിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ സഹോദരനോട് വിട്ടുവീഴ്ചക്ക് തയ്യാറാവുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഗീബത്ത് പോലെയുള്ള ഒരാളെ പറ്റി കുറ്റം പറഞ്ഞു, മോശപ്പെട്ട കാര്യം പറഞ്ഞു, അത് അയാളോട് പറഞ്ഞിട്ട് അയാൾ വിട്ടുവീഴ്ച മനസ്ഥിതിയുള്ള ആളാണ്, അയാൾ ഉൾക്കൊള്ളുന്ന ആളാണെങ്കിൽ നമുക്കൊരു പക്ഷെ അയാളോട് പറയാം, ഞങ്ങളെ പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞു പോയി, എനിക്ക് പുറത്തു തരണം എന്ന് പറയാം. അത് ചിലപ്പോൾ അയാളോട് പറഞ്ഞാൽ അയാൾ നമ്മളങ്ങോട്ട് തെറി വിളിക്കുകയും ദേഷ്യം പിടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത് നിങ്ങൾ അയാളോട് പറയണ്ട. മറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്, നമ്മുടെ ഏറ്റവും അടുത്തൊരു കുടുംബക്കാരനാണ്. അപ്പൊ അയാളോട് ഈ ഒരു വിഷയത്തിൽ അയാളെ പറ്റി പറഞ്ഞു പോയ കാര്യം അത് അയാളോട് പറഞ്ഞാൽ ഒരു പക്ഷെ ആ ബന്ധം മുറിയും എന്ന് ഭയപ്പെടുന്നുണ്ട് എങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞത് അവന് വേണ്ടി ഒന്നാമതായി അവന് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടാം. അള്ളാഹുവിനോട് നമ്മൾ പറഞ്ഞ സഹോദരന് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാറിനെ തേടാം. പിന്നെ ആരോടാണോ നമ്മൾ അയാളെ പറ്റി കുറ്റം പറഞ്ഞത് അവരുടെ മുന്നിൽ അത് തിരുത്തുകയും അയാളുടെ നന്മകൾ പറയുകയും ചെയ്യുക, അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നെല്ലാം ഈ വിഷയത്തിൽ ഇതിനെ ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാർ അതിന്റെ നാനാവശങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. ഏതായാലും ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടി കാണുക, നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകൾ, ഇങ്ങനെയുള്ള നാവ് കൊണ്ട് ഉള്ള ഗീബത്ത് പോലെയുള്ള പ്രശ്നങ്ങൾ അത് ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുക. ഇതുവരെ ഉള്ളത് നമ്മൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കി തിരുത്തുക, ഇനി സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം ഗൗരവപ്പെട്ട വിഷയം പറയാനുള്ളത്, ഇന്ന് വൈകിട്ട് 4:30 മുതൽ രാത്രി 9:30 വരെ നടക്കുന്ന കുറുക്കോളിൽ വെച്ച് നവോത്ഥാനം പ്രവാചക മാതൃക എന്ന തലക്കെട്ടിൽ KNM-ന്റെ വളവന്നൂർ മണ്ഡലം മുജാഹിദ് സമ്മേളനം നടക്കുകയാണ്. അത് നമ്മളുടെ ചരിത്രം, നമ്മൾ എങ്ങനെയാണ് പിൽക്കാലഘട്ടത്തിലെ പ്രതിസന്ധികളെ എങ്ങനെയാണ് നമ്മൾ നേരിട്ടത് എന്നതിനെ പറ്റിയൊക്കെ ആലോചിക്കുവാനും പുതിയ കാലത്ത് വഖഫ് പോലെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഈ പ്രതിസന്ധി കാലത്ത് എങ്ങനെയാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ബൃഹത്തായ ചർച്ച ഉൾക്കൊള്ളുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്ന് കുറുക്കോളിൽ വെച്ചിട്ട് വൈകുന്നേരം നടക്കുന്നത്. എല്ലാ ആളുകളും അതിലേക്ക് പങ്കെടുക്കുവാൻ പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം നമ്മളിൽ നിന്നും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങളിൽ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് വലയുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിയൽ ഹാജാത്ത്. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم احفظ بلادنا، اللهم احفظ بلادنا، اللهم احفظ بلادنا وأئمتنا وأمتنا وعلماءنا وأمراءنا وأولادنا وشبابنا من كل الفتن ما ظهر منها وما بطن ومن كيد الشيطان. اللهم إنا نعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.